വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആണ് കേട്ടോ. രണ്ട് പ്രത്യേകതകളുണ്ട് ഇന്നത്തെ വീഡിയോനെ. ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ മേക്കപ്പ് ലുക്കിന് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. നോ ഫൗണ്ടേഷൻ മേക്കപ്പ് ലുക്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. കാരണം കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് സ്യൂട്ട് ആവണില്ല, മേക്കപ്പ് ഓവറായിട്ട് തോന്നുന്നുണ്ട്, ഇങ്ങനെ പിരിപിരി പോലെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു ഓക്കെ, ഇന്ന് നമുക്ക് ഫൗണ്ടേഷൻ ഇല്ലാണ്ട് ഒരു മേക്കപ്പ് ചെയ്യാന്ന്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് എന്നോട് എപ്പോഴും പറയുന്നതാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് മേക്കപ്പ് ചെയ്ത് കാണിക്കുമെന്ന്. അതായത് ഇപ്പോൾ ഒരു അണ്ടർ 500 റുപ്പീസ് അല്ലെങ്കിൽ അണ്ടർ 300 റുപ്പീസിനുള്ളിൽ ഒതുങ്ങുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ട് മേക്കപ്പ് കാണിക്കുമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോണത് എന്താ പറയുക 300 റുപ്പീസിന് താഴെ വരുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് 300 റുപ്പീസിന് താഴെ വരുന്ന കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫൈനൽ ലുക്ക്. കാരണം ഞാൻ ഓൾറെഡി ആ ഒരു മേക്കപ്പ് ലുക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. ഞാൻ ആ ഷൂട്ടിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ആ ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെയിം ലുക്ക് അണ്ടർ 300 റുപ്പീസിന് ഉള്ളിൽ ഒതുങ്ങുന്ന പ്രൊഡക്ട്സ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് എന്തായാലും സ്കിൻ കെയർ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സ്കിൻ കെയറിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാനിതാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ്, 142 റുപ്പീസേ ഉള്ളൂ, അതായത് 142 രൂപയേ ഉള്ളൂ ഇതിന്. ഇതിൻ്റെ വലിയ ബോട്ടിലൊക്കെ ഉണ്ട്, ഏറ്റവും കുഞ്ഞിയ ബോട്ടിലാണ് ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പോൺസിൻ്റെ ഹൈഡ്ര മിറാക്കിൾ ഹൈലറോണിക് ആസിഡിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ്. നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ എന്താ പറയുക സ്കിൻ കെയറിൽ ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 300 രൂപയും താഴെ വരുന്ന പ്രൊഡക്ട്സ് മാത്രം വെച്ചിട്ടാണ് സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പോണത്. എൻ്റെ അടുത്താണെങ്കിൽ സൺസ്ക്രീനൊക്കെ 300-ന് മേലെ വരുന്ന സൺസ്ക്രീൻ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഓക്കെ സ്കിൻ കെയറിൽ ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്തിട്ട് ചെയ്യാനാണ് കേട്ടോ. ഇത് പെട്ടെന്ന് അബ്സോർബ് ആവട്ടോ നമ്മുടെ സ്കിന്നിൽ, അതുപോലെ തന്നെ ഒരു ഫ്രഷ് ലുക്ക് നമുക്ക് തരും കേട്ടോ. അതാണ് ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രഷ് ലുക്ക് തരും, പെട്ടെന്ന് അബ്സോർബ് ആവും. പിന്നെ നമ്മുടെ സ്കിന്നിനൊരു ഒരു ഇന്നർ ഗ്ലോ തരും കേട്ടോ നമ്മുടെ സ്കിന്നിനെ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ മുൻപത്തെ ഫേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇന്നർ ഗ്ലോ തന്നിട്ടുണ്ട് നമ്മുടെ ഫേസിന്, കണ്ടോ, ഒരു ചെറിയൊരു ഗ്ലോ. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ലുക്കാണ് കേട്ടോ ഇത് കാണാനായിട്ട്. സ്കിൻ കെയർ കഴിഞ്ഞ ഉടനെ തന്നെ വേഗം ചാടിപ്പോയി മേക്കപ്പ് ചെയ്യരുത്. സ്കിന്നൊന്ന് സെറ്റ് ആവാൻ ടൈം കൊടുക്കുക നിങ്ങൾ. അപ്പോൾ എന്തായാലും ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ വേറെ ഇതൊക്കെ ഒരു സാരിയാണ് കേട്ടോ. അത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജുകാർ സെൻഡ് ചെയ്ത സാരിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു സാരി ഉടുത്തിട്ട് വാവ് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയാൻ എനിക്ക് തോന്നിയ ഒരു സാരി ഇതാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ കുറേ സാരി എടുത്തിട്ടുണ്ട്. എനിക്ക് സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ സാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇതുവരെ ഉടുത്ത സാരികളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു ഫോട്ടോഷൂട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരു ബീച്ച് കളർ സാരിയാണ്, ഭയങ്കര ഇങ്ങനെ ഒഴുകി കിടക്കുന്ന സാരിയാണ് കേട്ടോ. ക്രഷ്ഡ് സിൽക്കാണ് തോന്നുന്നു മെറ്റീരിയൽ. ചെറുതായിട്ടൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. നമ്മുടെ സാരി ഫുള്ളായിട്ട് തന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് കോൺട്രാസ്റ്റ് ചെയ്ത ബ്ലൗസാണ് കേട്ടോ. അതായത് ഒരു മെറൂണും അല്ല പിങ്കും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. എൻ്റെ നെയിൽ പോളിഷിനൊക്കെ ഷെയ്ഡാണ് കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഈ ഒരു സാരി എനിക്ക് സെൻഡ് ചെയ്തത് ഇവാന കളക്ഷൻ എന്ന് പറഞ്ഞൊരു പേജാണ്. ഇവാന കളക്ഷൻ എന്ന് ഞാൻ തോന്നുന്നു. ഞാൻ എന്തായാലും പേജ് ഇവിടെ ടാഗ് ചെയ്യാം. നല്ല അടിപൊളി സാരീസ് ആണ് കേട്ടോ. ഒരു പേജിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി നോക്കും. അപ്പോൾ സ്കിന്നൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പ്രൈമറാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന പ്രൈമർ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ്. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓയിൽ ഫ്രീ പ്രൈമറാണ് കേട്ടോ. ഫ്ലോലെസ് മേക്കപ്പ് ബേസ് പ്രൈമർ, പെർഫെക്റ്റ് ബേസ് ഫോർ ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ്. ഓക്കെ, ഫിൽസ് പോർസ് ആൻഡ് ഫൈൻ ലൈൻസ്. ഫൈൻ ലൈൻസും പോർസൊക്കെ ഫില്ല് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സിൽക്ക് മാറ്റ് ഫിനിഷ്. ഇത് ഞാൻ മുൻപും യൂസ് ചെയ്ത കാരണം എനിക്കറിയാം ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്. വളരെ അഫോർഡബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ വെറും 200 റുപ്പീസേ ഉള്ളൂ. ഇതാണ് പ്രൊഡക്റ്റ്. ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്, ഇതാ ഇത്രയേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ പുതിയത് മേടിച്ചതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രൈമർ എൻ്റെ അടുത്ത് തന്നെ മാമർത്തിൻ്റെ ആണ്. സോ അത് കഴിയാറായപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിൽ മേടിച്ച ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൈമർ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഐഷേഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ വേറൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാം കേട്ടോ. എനിക്കിതിൻ്റെ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ പ്രൈമറിൻ്റെയും ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്തോ സോഫ്റ്റ് പോലെയാണ് കേട്ടോ. ഞാൻ ആദ്യം ഒന്നും മേക്കപ്പ് ചെയ്യുമ്പോൾ പ്രൈമർ യൂസ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ കുറച്ചായിട്ടാണ് പ്രൈമറൊക്കെ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യേണ്ടത് കേട്ടോ. പ്രൈമർ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് എനിക്ക് നല്ല ബേസ് കിട്ടാനാണ്. ഞാൻ എൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, നല്ല ബേസ് കിട്ടാനാണ്. പിന്നെ പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന്
ഫില്ലായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട്, ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ മേക്കപ്പ് വീഡിയോയിൽ കുറേ പേര് ലെൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നും വെച്ചേക്കുന്നത് ഗ്രേ ആണ്, അന്നും വെച്ചത് ഗ്രേ ആണ്. പക്ഷെ അന്ന് വേറൊരു ബ്രാൻഡിൻ്റെ ലെൻസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. 100 റുപ്പീസാണ് വരുന്നത്. ഞാൻ പ്രിയങ്കയിൽ നിന്ന് മേടിച്ച ലെൻസാണ്. ഞാൻ കൂടുതലും അവിടെ നിന്നാണ് ലെൻസ് മേടിക്കാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ പകരം ലെൻസ് കാർട്ടിൽ നിന്ന് പോയിട്ട് ലെൻസ് മേടിച്ചു. അക്വ കളർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലെൻസാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഗ്രേ ആണ് ഞാൻ മേടിച്ചത് കേട്ടോ, മിസ്റ്റി ഗ്രേ. പക്ഷേ എനിക്ക് ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, നമ്മുടെ 100 രൂപയുടെ ലെൻസ് വെക്കുമ്പോൾ കുറച്ചധികം തിക്നെസ് ഉണ്ടാവും ലെൻസിന്, കുറച്ച് കട്ടിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലെൻസ്, അതായത് ലെൻസ് കാർട്ടിൽ നിന്ന് മേടിച്ച ഈ ഒരു ബ്രാൻഡിൻ്റെ ലെൻസ് ഭയങ്കര തിന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വെച്ചുണ്ടോയെന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല കേട്ടോ. മറ്റേത് വയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ എന്തോ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വയ്ക്കുമ്പോൾ തീരെയും ബുദ്ധിമുട്ടില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് വെക്കാൻ പറ്റി. പക്ഷേ എനിക്ക് തോന്നിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രേ ആണ് ഞാൻ വെച്ചേക്കണ കളർ. പക്ഷേ ഗ്രേ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എനിക്ക് അങ്ങനെ കാണുന്നില്ല കേട്ടോ, എന്താണെന്നറിയില്ല. ഞാൻ സാധാരണ 100 രൂപയുടെ മേടിക്കുന്ന ലെൻസ് ഗ്രേ വെച്ചാൽ കറക്റ്റ് ഗ്രേ പോലെ എനിക്ക് ക്യാമറയിലും നേരിട്ട് കാണുമ്പോഴൊക്കെ എടുത്ത് കാണാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് ലൈറ്റ് ഗ്രേ ആയിരിക്കാം ചിലപ്പോൾ, എനിക്കറിയില്ല. എന്തായാലും ഇത് അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആ ഒരു കളറാണ് എനിക്ക് കുറച്ചും കൂടി ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നത് ഞാൻ മേടിക്കുമ്പോൾ 170 ആണ്, അതും 300 രൂപ താഴെയാണ് കേട്ടോ. 170 ആണ് ഇതിൻ്റെ റേറ്റ്. ലെൻസ് വെക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മേടിച്ച് വെക്കാം. ഞാൻ ആരും നിർബന്ധിക്കില്ല. കാരണം കുറേ പേർക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ട് ലെൻസ് വെച്ചിട്ട്, കുറേ പേർക്ക് കണ്ണിൽ അലർജി വരുന്നുണ്ട്, ഡിസ്കംഫേർട്ട് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ലെൻസ് വെക്കുമ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ ലെൻസ് വെക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, പകരം നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസൈറ്റിൻ്റെ കൺസീലർ ആണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന ഒരു ടൈമിൽ, പക്ഷെ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേറൊരു കൺസീലറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന കൺസീലർ തന്നെ മേടിച്ചു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റാണ്. കൺസീലറാണ്, കറക്റ്ററാണ്, കോൺടോറാണ്, എല്ലാം ഉണ്ട് കേട്ടോ, ഒരുമിച്ചാണ്. ഇതാണ് സംഭവം കേട്ടോ. നല്ല അടിപൊളി കൺസീലറാണ്. ഒരു ഇതെല്ലാ ഷെയ്ഡും ഇതിലുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരു കൺസീലറാണ്. അപ്പോൾ നമുക്ക് എൻ്റെ കണ്ണിൻ്റെ താഴെ ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ട്, ചെറുതായിട്ടല്ല കാര്യമായിട്ട് തന്നെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് കുറച്ചെടുത്തിട്ട് കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഇതിന് എനിക്ക് മിറർ വേണം, അല്ലാണ്ട് ശരിയാവില്ല. ഓക്കെ, നമ്മുടെ മിറർ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. മിറർ മിസ്സായി പോയേക്കായിരുന്നു, തിരിച്ച് കിട്ടി. ഞാൻ കറക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണേ. കഴിഞ്ഞ പ്രാവശ്യത്തെ മേക്കപ്പ് വീഡിയോയിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഷാഡോയുടെ ഷെയ്ഡ് കൂടി പോയിട്ടുണ്ടായിരുന്നു എന്ന്. അത് നിങ്ങൾക്ക് ഫോണിൽ തോന്നുന്നതാണ്, ശരിക്കും നേരിട്ട് കാണുമ്പോൾ കൂടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് വീഡിയോയിലടക്കം ഞാൻ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതായത് ഫോണിൽ കാണുമ്പോൾ മേക്കപ്പ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. എന്നിട്ടും കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെയ്ഡ് കൂടുതലാണ്, ബാക്കിയെല്ലാം ഓക്കെയാണ്, നല്ല രസമുണ്ട്, ഐഷയുടെ ഷെയ്ഡൊന്നും മാറ്റി പിടിക്കായിരുന്നു, ലൈറ്റ് ആക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് തോന്നണതാണ്. ദൈവമേ, ഇട്ടിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ എത്തി. അപ്പോൾ അത് ശരിക്കും അത്രയ്ക്ക് ഇല്ല കേട്ടോ. ഞാനത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ പറഞ്ഞവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടാൽക്കം പൗഡറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ലൂസ് പൗഡറോ ടാൽക്കം പൗഡറോ കോമ്പാക്ട് പൗഡറോ ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 300 രൂപയ്ക്ക് ഒതുങ്ങുന്ന പ്രൊഡക്ട്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബ്രാൻഡ് എൻഷാൻഡറിൻ്റെ ആണ് കേട്ടോ. ഇതിന് എത്ര റേറ്റ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് അറിയില്ല, കാരണം ഇത് ഫോറിനാണ്, ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻഷാൻഡറിൻ്റെ ഒക്കെ ചെറിയ ബോട്ടിൽ കിട്ടും. എൻഷാൻഡറിന് വേണമെന്നില്ല, പോൺസിൻ്റെ നല്ല കോമ്പാക്ട് പൗഡറാണ് കേട്ടോ, അത് യൂസ് ചെയ്യാം. വേറെയും കുറേ നല്ല ബ്രാൻഡിൻ്റെ ടാൽക്കം പൗഡറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, നല്ലത് നോക്കിയിട്ട്. ഇപ്പം ഞാനിതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫേസിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ പൗഡർ ഇടാൻ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും നല്ല എന്താ പറയുക ശീലമായിട്ടുണ്ടാവും. ഞാനൊക്കെ ചെറുപ്പത്തിൽ നല്ലോണം പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപ്പത്തിലല്ല, ഇപ്പോഴും നല്ലോണം പൗഡർ ഇടുന്നുണ്ട്. എനിക്ക് ടാൽക്കം കോമ്പാക്ട് പൗഡറിനെക്കാട്ടൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ലൂസ് പൗഡേഴ്സ് അല്ല, അതുപോലെ തന്നെ ടാൽക്കം പൗഡേഴ്സാണ് കേട്ടോ. ഇതാകുമ്പോൾ എന്തോ ഭയങ്കര സെറ്റായ ഒരു ഫീലാണ്.
ചില സമയത്ത് ഭയങ്കര ഓവറായിട്ട് പുട്ടിയടിച്ച പോലെ തോന്നുമായിരിക്കും, പക്ഷെ ഞാനത് തുടച്ച് സെറ്റ് ആക്കൂട്ടോ എപ്പോഴും. പക്ഷെ ഇത് ഇടുമ്പോൾ എനിക്ക് അങ്ങനെ ഫുള്ള് ഇങ്ങനെ എപ്പോഴും സെറ്റായി കിടക്കണ പോലെ തോന്നും കേട്ടോ. അത് കാരണമാണ് ഞാൻ എപ്പോഴും ടാൽക്കം പൗഡറൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് ടൈം എടുക്കൂട്ടോ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാനവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ടാൽക്കം പൗഡർ നല്ല രീതിക്ക് തന്നെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് എന്തോ ഭയങ്കര ഫുൾ മേക്കപ്പ് സെറ്റായ പോലെ ഒരു ഫീലാണ് കേട്ടോ. നല്ല മാറ്റ് ഫിനിഷിങ് എനിക്കുണ്ട്. എപ്പോഴും എനിക്ക് അങ്ങനെയാണ് കേട്ടോ, ടാൽക്കം പൗഡർ യൂസ് ചെയ്ത് എപ്പോഴും ഒരു മാറ്റ് ഫിനിഷിങ് എനിക്ക് തോന്നും. യെസ്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ബ്ലഷാണ്. എൻ്റെ അടുത്ത് 300 റുപ്പീസിന് താഴെ വരുന്നത് ഈ ഒരു ബ്ലഷ് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ മേക്കപ്പിൽ ഞാൻ ഇത് തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ പോപ്പ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞ ഒരു ബ്ലഷാണ് കേട്ടോ. ഇതിന് 275 രൂപയുള്ളൂ. ഇതിനും കുറഞ്ഞ ബ്രഷ് എൻ്റെ അടുത്തില്ല. അതുപോലെ തന്നെ പിന്നെ ഇതിനും കൂടിയ ഒരു ബ്രഷാണ് എൻ്റെ അടുത്ത്. ബ്രഷ് എന്നാണ് ഞാൻ പറയുന്നത്, ബ്ലഷാണ് എൻ്റെ അടുത്തുള്ളത്. ഇതാണ് കേട്ടോ ബ്ലഷ്. കാണുന്നുണ്ടോ? എൻ്റെ ഫോണിന് എന്തോ പറ്റിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേട്ടോ ബ്ലഷ്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഞാൻ ലാസ്റ്റ് ടൈമും ഇത് തന്നെയാണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് ഞാൻ വേറെ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നോക്കിയപ്പോൾ റേറ്റ് നല്ല കൂടുതലാണ്. വേണ്ടാച്ചു. ഓക്കെ, ഇപ്പം നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. തീർന്നു ഇത്? ഇല്ല. ബ്ലഷ് ഒന്ന് സെറ്റായെന്ന് വിചാരിക്കുന്നു. ബ്ലഷ് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കണ്ടിട്ട് കുറഞ്ഞു പോയോ എന്ന്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് ഫേസ് ഒന്ന് ഇങ്ങനെ ചോപ്പിച്ചെടുക്കാം. എനിക്ക് അങ്ങനെ ഫേസ് ചോപ്പിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ബ്ലഷ് ഇഷ്ടമല്ലെങ്കിൽ ഇത് കുറച്ചിട്ടാൽ മതിട്ടോ. ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള കാരണമാണ് ഇങ്ങനെ കൂട്ടിയിടുന്നത്. എനിക്ക് സായിപ്പല്ലിയുടെ ചീക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ഭാഗം ഇങ്ങനെ ചോന്നിരിക്കും. പിമ്പിൾസ് ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ പിമ്പിൾസ് ഇഷ്ടമല്ല കേട്ടോ. ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഹൈലൈറ്റർ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രാൻഡ് ഷില്ലീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഞാനൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഇതെൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, പുതിയതാണ് എൻ്റെ. പക്ഷെ നിലത്ത് വീണ് കണ്ടോ, ഒരു ബാറ് പൊട്ടിപ്പോയി, ഒരു ഷെയ്ഡ് പൊട്ടിപ്പോയി. ഇപ്പോൾ 3 ഷെയ്ഡുള്ളൂ, പക്ഷെ അതിൽ ഒരു ഷെയ്ഡും കൂടി ഇങ്ങനെ പൊട്ടാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് പോയി. എന്താണോ പറ്റിയെന്ന് അറിയില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 199 റുപ്പീസ് മാത്രമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. പൗഡർ ബ്ലഷാണ്, പൗഡർ ഹൈലൈറ്റർ ആണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്താ ഞാനതിൽ ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വരെ അപ്ലൈ ചെയ്യാം. ബ്ലഷ് എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് അതേപോലെ തന്നെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യൂട്ടോ. ആ ഒരു ഭാഗത്തൊക്കെ കറക്റ്റ് ഇവിടെ വരെ അപ്ലൈ ചെയ്യണം. നല്ല വ്യത്യാസം ഉണ്ടല്ലേ. നൈറ്റിലെ വല്ലതും ഫംഗ്ഷന് പോകുമ്പോൾ ഹൈലൈറ്റർ ഒക്കെ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ കിടന്ന് തിളങ്ങൂട്ടോ. ഞാൻ എപ്പോഴും നൈറ്റിലെ ഫംഗ്ഷനൊക്കെ നല്ല രീതിക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യും കേട്ടോ, തിളങ്ങാനായിട്ട്. ഇനി എൻ്റെ മെയിൻ സാധനം, മൂക്കിൻ്റെ ഈ ഒരു പാലല്ലേ, അത് കൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് മേലേക്കിട്ട് വരാം. ഒറ്റ വര മതി, കണ്ടോ? ഫേസ് ഫുള്ളായിട്ട് തിളങ്ങുന്നുണ്ടല്ലേ. ഇനി ഫേസിലെ മേക്കപ്പ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോവാം. ഐ മേക്കപ്പ് ലുക്കിൽ ഞാൻ ഐ ഷെയ്ഡാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. വെയിറ്റ്, ഓക്കെ, ഇത് ഐ ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ പാലറ്റാണ് കേട്ടോ അത്. ഇത് മാൾസിൻ്റെ പാലറ്റാണ്. അതിൻ്റെ മൂടി കണ്ടോ, മാൾസിൻ്റെ പാലറ്റാണ്. ഞാൻ അതിൻ്റെ ഈ ഒരു മൂടി ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതിലും ഒരു ഷെയ്ഡ് മിസ്സായി പോയിട്ടുണ്ട്, നിലത്ത് വീണത്. ഇത് രണ്ടും കൂടിയിട്ടാണ് നിലത്ത് വീണത്. ഇതിലൊരു ഷെയ്ഡ് പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 299 റുപ്പീസ്, 1 രൂപ കുറവ്. 300 റുപ്പീസിന് 1 രൂപ കുറവാണ്. പിന്നെ എൻ്റെ അടുത്തുള്ളത് വേറൊരു പാലറ്റാണ് കേട്ടോ, അത് ഭയങ്കര റേറ്റാണ്. 299 റുപ്പീസേ ഉള്ളൂ. മാൾസിൻ്റെ ഷെയ്ഡാണ്. ഞാൻ ഇപ്രാവശ്യം വളരെ ലൈറ്റ് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യാൻ പോണത് കേട്ടോ. ഇതാണ് കേട്ടോ ഷെയ്ഡ്സ്. ഞാനിതിൽ ഈ ഒരു ഷെയ്ഡാണ് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. മിക്സ് ചെയ്യേണ്ടല്ല, ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. വളരെ ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. മതി, ഇത്ര മതി. നേരിട്ട് കാണുമ്പോണ്ടോ എന്തെങ്കിലും കുറച്ചുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ സിമ്പിളായിട്ട് ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത്. എപ്പോഴും പറയേണ്ടതാണ് കുറച്ച് പേരൊക്കെ, സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യണം, സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യണം, ഇത്ര ഓവറാക്കരുത്. അതുപോലെ തന്നെ ഐശ്വര്യയുടെ ഷെയ്ഡ് ഇത്ര പാടില്ല എന്നൊക്കെ. ഓക്കെ, ഇന്ന് ഞാൻ എന്തായാലും സിമ്പിളായിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ഫോണിൽ കാണുമ്പോൾ ഭയങ്കര കൂടുതലുള്ള പോലെ തോന്നട്ടെ, എന്നിട്ട് ഞാനിങ്ങനെ തുടയ്ക്കുമ്പോൾ നേരിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാം. നെക്സ്റ്റ് ഐലൈനർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് LI18 ഐലൈനർ ആണ്. വളരെ നല്ല ഐലൈനർ ആണ് കേട്ടോ. അത്യാവശ്യം നേരം ലോങ് ലാസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആണ്. ബ്ലാക്ക് ഔട്ട് ലൈനർ, വാട്ടർ റെസിസ്റ്റൻറ്റ്. കണ്ടോ, ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വെറും 105 രൂപയുള്ളൂ കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര ക്യൂട്ട് ബോട്ടിലാണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐലൈനറാണ്. ഇൻസൈറ്റിൻ്റെ ഐലൈനർ, അതുപോലെ തന്നെ LI18 ഐലൈനർ, മില എന്ന് പറഞ്ഞൊരു ഐലൈനർ ഉണ്ട്. അതും ഒക്കെ ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് വളരെ തിന്നായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കട്ടി കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐലൈനർ. ഞാൻ വെച്ചു ഓക്കെ, ഇപ്രാവശ്യം ഞാൻ വളരെ തിന്നായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യാമെന്ന്. വളരെ തിന്നായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇനി ഇതേപോലെ ഈ ഒരു കണ്ണിൽ എഴുതി കിട്ടണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കട്ടി കുറച്ചിട്ടാണ് ഇപ്രാവശ്യം ഞാൻ കണ്ണ് എഴുതിയേക്കുന്നത്. താഴ്ഭാഗത്ത് എഴുതണില്ല കേട്ടോ, കാരണം എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ഭയങ്കര പക്കാ ട്രഡീഷണൽ ആയിട്ട് മേക്കപ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, താഴ്ഭാഗത്ത് എഴുതണ്ടാന്ന്. താഴ്ഭാഗത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഐടെക്സിൻ്റെ കൺമഷിയൊക്കെ എടുത്ത് എഴുതാം, അധികം റേറ്റ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ NYBയുടെ കൺമഷി ഉണ്ട്, ഒക്കെ റേറ്റ് കുറവാണ്. ഹിമാലയയുടെ കൺമഷി ഒക്കെ റേറ്റ് കുറവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് അങ്ങനെ കണ്ണെഴുതാം. ഞാനിപ്പോൾ എഴുതുന്നില്ല കേട്ടോ, അപ്പോൾ മേൽഭാഗത്ത് മാത്രമാണ് എഴുതുന്നത്. നെക്സ്റ്റ് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് മസ്കാര സുഡിയോയുടെ മസ്കാരയാണ്. നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു മസ്കാരയ്ക്ക് എനിക്ക് തോന്നുന്നു 199 ഓർ 250 299 വരുന്നുള്ളൂ. ഈ ഒരു മസ്കാരയ്ക്ക് വളരെ അഫോർഡബിൾ ആണ്. വളരെ നല്ല മസ്കാരയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു മസ്കാരയാണ് ഇത്. കേളിങ് മസ്കാരയാണ്, നല്ല രീതിക്ക് കേളാക്കും. അതുപോലെ തന്നെ നമ്മുടെ കൺപീലി ഒന്നും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും, അതായത് ജീവൻ വെച്ച പോലെ ഒരു ഫീൽ ഉണ്ടാവും. നമുക്ക് ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്യാം. നന്നായിട്ടൊന്ന് ഇതിനുള്ളിലേക്ക് വന്നോട്ടെ എല്ലാതും. ഓക്കെ, അപ്പം നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. മിറർ വേണം, അല്ലാണ്ട് ശരിയാവില്ല. നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഇനി നമ്മൾ ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്യണ്ടോ. ലിപ്സ്റ്റിക്കിന് മുൻപായിട്ട് ഞാൻ ഓൾറെഡി ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാൻ ലിപ് ബാം വൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ആദ്യം ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റുഡിയോയുടെ ലിപ്പ് ലൈനർ ആണ്. 99 റുപ്പീസേ ഉള്ളൂ. നിങ്ങൾക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ നല്ലത് ഒട്ടും നല്ലതല്ല എന്ന് ഞാൻ പറയില്ല സ്റ്റുഡിയോയുടെ മേക്കപ്പ് പ്രൊഡക്ട്സ്. കാരണം ഞാൻ അതിൽ മസ്കാര യൂസ് ചെയ്തിട്ടുണ്ട്, ഐലൈനർ യൂസ് ചെയ്തിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല, കാരണം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്കിഷ്ടമുള്ള പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ലിപ്പ് ലൈനർ, മസ്കാര ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. കാജൽ നല്ലതാണ്, പക്ഷെ ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് കാജലിന് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. പക്ഷെ ഐലൈനർ, മസ്കാര, അതുപോലെ തന്നെ ലിപ്പ് ലൈനർ, ലിപ്സ്റ്റിക്ക്, ചില ലിപ്സ്റ്റിക്ക് നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ, അതൊക്കെ നല്ലതാണ്. പക്ഷെ ചിലരൊക്കെ എന്താ പറയുക, സ്റ്റുഡിയോനെ മോശമായിട്ട് പറയുന്നുണ്ട്, മേക്കപ്പ് പ്രൊഡക്ട്സ് കൊള്ളില്ലാന്ന്. എനിക്കിത് ഓക്കെയാണ്. നമുക്ക് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ ശരിയാ, ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത പോലെ ഉണ്ടല്ലേ. ഇതിൻ്റെ ഔട്ടർ ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത്, ഉള്ളിൽ ഞാൻ കൊടുക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ പിങ്കും അല്ല ബ്രൗണും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് കിട്ടും കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് നോൺ ട്രാൻസ്ഫർ ലിപ് കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പേഴ്സണലി ഞാൻ കുറേ പേരോട് സജസ്റ്റ് ചെയ്ത ലിപ്സ്റ്റിക്കാണ് ചോദിക്കുമ്പോൾ കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ റേറ്റ് കുറവാണ്, കുറേ നേരം ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ എടുത്തിരിക്കുന്നത് ജോയ് ഫുൾ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്, ഫസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 100 രൂപ അങ്ങോട്ട് വരുന്നുള്ളൂ. ഇതിൻ്റെ റേറ്റ് 100, 110 അങ്ങനെ അത്രേ വരുന്നുള്ളൂ ലിപ്സ്റ്റിക്ക്. പക്ഷെ ഭയങ്കര അടിപൊളിയാണ്. ഈ ഒരു പ്രൈസിന് ഇതെന്താ പറയുക, എക്സ്ട്രാ വേർത്താണ് കേട്ടോ. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്, നല്ല ഒരു ബ്രൗൺ ഷെയ്ഡാണ്. കാണിച്ചു തരാം, ഇതാണ് കേട്ടോ ലിപ്സ്റ്റിക്ക്. നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാൻ കുറേ എടുക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ ഓൾറെഡി പിങ്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് പിങ്കും ബ്രൗണും മിക്സ് ചെയ്തൊരു ഷെയ്ഡാണ് വേണ്ടത്, അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ.
അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പക്ഷെ ഒരു സംഭവം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, പൊട്ട് വെക്കണം. പൊട്ട് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നില്ല, കാരണം സെറ്റിംഗ് സ്പ്രേ എൻ്റെ അടുത്ത് അണ്ടർ 300 റുപ്പീസിനില്ല. പിന്നെ നിങ്ങൾക്ക് സെറ്റിംഗ് സ്പ്രേ അടിക്കണമെന്നുണ്ടെങ്കിൽ മെബ്ലൈൻ എന്ന് പറയണം, ബ്ലൂ ഹെവൻ്റെ സെറ്റിംഗ് സ്പ്രേ അവൈലബിൾ ആണ്. അണ്ടർ 300 റുപ്പീസേ ഉള്ളൂ. പിന്നെ ഇൻസൈറ്റിൻ്റെ അണ്ടർ 300 റുപ്പീസേ ഉള്ളൂ. അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ വേണ്ട. സെറ്റിംഗ് സ്പ്രേ ആവശ്യമില്ലെങ്കിൽ പിന്നെ വേണ്ട, അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഒരു പൊട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഐലൈനർ വെച്ചിട്ടാണ് കേട്ടോ പൊട്ട് വെക്കണത്. കുറച്ചധികം പണിയാണ് കറക്റ്റ് സർക്കിളായി കിട്ടാൻ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. ഭയങ്കര ഓവർ ആക്കുന്നില്ല, ഫേസ് ഭയങ്കര ഓവറാക്കി ചളമാക്കുന്നില്ല. അപ്പം ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ലുക്ക്. എന്താ പറയുക, മിനിമൽ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. നല്ല ഭംഗിയിൽ ഫേസ് വന്നിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലുക്ക് ട്രൈ ചെയ്തത്. അന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ലുക്ക്. എന്തായാലും ഇന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഹെയർ ഞാൻ മിക്കതും അഴിച്ചിടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ജ്വല്ലറി പെയർ ചെയ്യണം. സോ നമുക്ക് ജ്വല്ലറി ഒക്കെ ഇട്ട് സെറ്റാക്കാം. ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വളയാണ് കേട്ടോ ഇടുന്നത്. നല്ല റെഡ് കുപ്പിവളയും ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും ഗോൾഡൻ്റെ ഒരു വളയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇടണേ. സെയിം നമ്മുടെ ബ്ലൗസിൻ്റെ കളർ എന്നൊക്കെ പറയാം ഏകദേശം. കുപ്പിവളയ്ക്ക് നല്ല മെറൂൺ കളറ് കുപ്പിവളയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കമ്മലാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കമ്മൽ കുറച്ച് എന്താ പറയുക, കുറച്ച് വലിപ്പമുള്ള കമ്മലാണ് ഞാൻ ചൂസ് ചെയ്തേക്കേണ്ടത്. അതും വെള്ള ബീഡ്സ് വരുന്ന കമ്മലാണ് കേട്ടോ ചൂസ് ചെയ്തേക്കണത് താഴ്ഭാഗത്ത്. ഇത് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാരിയോട് മാച്ചായി ഇരിക്കണം എന്ന് തോന്നി എനിക്ക്. ഈ ഒരു കമ്മൽ കുറേ കാലമായിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ. കുറച്ച് വലിയ കമ്മലാണ്, അതുകൊണ്ട് ഞാൻ മാല ചെറുതാണ് ഇടണേ കേട്ടോ. സൗണ്ടൊക്കെ ഉണ്ട് ഇങ്ങനെ ആടുമ്പോൾ, കിളി 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 ഉണ്ടോ. എനിക്ക് ഈ മേക്കപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാല ഞാൻ കണ്ടോ, ചെറിയൊരു പെൻഡന്റ് വരുന്ന ഒരു മാലയാണ് കേട്ടോ ഇടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാല ഭയങ്കര സിമ്പിളാക്കാണ്, കാരണം കമ്മൽ കുറച്ച് ഹെവിയാണ്. മാല എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം, പെട്ടെന്ന് ഇട്ട് കഴിയും. ബ്ലൗസിന് കുറച്ച് നെക്ക് ഇറങ്ങിയ കാരണം ഞാൻ കുറച്ച് മാല ഇറക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. ഹെയർ വേണമെങ്കിൽ അഴിച്ചിടാൻ, അല്ലെങ്കിൽ ഇതുപോലെ നോർമൽ ഞാൻ കെട്ടണ പോലെ കൈ കൊണ്ട് ഇങ്ങനെ കോംബ് ചെയ്തിട്ട് ഇവിടെ ഒരു ക്രാബ് വെച്ച് സെക്യൂർ ചെയ്യാം. എന്താ വേണ്ടതെന്നുള്ളൊരു ഡൗട്ടിലാണ്. ക്രാബ് എവിടെ? ക്രാബ് കാണാനില്ല. ഞാൻ ജസ്റ്റ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ഫ്ലോറൽ ക്ലിപ്പ് വെക്കുന്നുണ്ട്. നോർമലി ചെറിയ ക്ലിപ്പാണ് കേട്ടോ വെക്കാറുള്ളത്. ജസ്റ്റ് ഇപ്പോൾ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഭംഗിയുണ്ടോ അത്? ബേബി ഹെയർസ് പുറത്തിടാം. അതില്ലാണ്ട് ഒരു കളിയില്ല എനിക്ക്. എടുത്തത് കുറച്ച് കൂടിപ്പോയി, സ്വാഭാവികം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ എനിക്കൊരു പണി കിട്ടാറുണ്ട്. ഓക്കെ, ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഫുൾ അഴിച്ചിടാം. 2 ലുക്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഷൂട്ടിന് അഴിച്ചിട്ടിട്ടാണ് കേട്ടോ പോയത് ഫുള്ളായിട്ട്. ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ മിനിമൽ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ലിപ്സ്റ്റിക്കൊക്കെ നല്ല രസം കേട്ടോ. ആ ഒരു ഷെയ്ഡ് കാണാനായിട്ട് നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. എന്തായാലും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ സാരിയും കിടന്ന് തിളങ്ങുന്നുണ്ട്, എൻ്റെ ഫേസും കിടന്ന് തിളങ്ങുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. കാരണം ഓണം സെലിബ്രേഷനൊക്കെ വരികയാണ്. അപ്പോൾ ഓണത്തിൻ്റെ അന്നൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കി നോക്കാം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ബൈ, ലവ് യു ഓൾ.